ഇന്നലെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അമ്മയും മക്കളും മാത്രമുള്ള വീട്ടിൽ രാവിലെ 13 വയസ്സുള്ള മകൻ വന്ന് കതക് തുറക്കുന്ന സമയത്ത് ഷോക്കടിച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, മുമ്പ് വശത്തെ ഡോറിൽ ആരോ ഒരാൾ ഇവരെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വയറ് കൊണ്ട് ഫിറ്റ് ചെയ്തിരുന്നു. മെയിൻ സ്വിച്ചിൽ നിന്നെടുത്ത ഒരു വയറാണ് അവിടേക്ക് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ അമ്മയും മക്കളെയും ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൽ ദുരൂഹത ഇപ്പോഴും ബാക്കിയാണ്. രമ്യയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തെങ്കിലും ഈ രമ്യയുടെ ഭർത്താവിന് ഇതിൽ പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. രമ്യയുടെയും ഭർത്താവിൻ്റെയും ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വീടിന് സമീപത്തെ CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, അത് വല്ലാത്ത ദുരൂഹതയായി മാറി. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകളില്ല. പക്ഷേ ഇപ്പോൾ ഭർത്താവിനെ ഒട്ട് സംശയിക്കാനും വയ്യ. അകന്നാണ് താമസിക്കുന്നത് ഭർത്താവിൽ നിന്ന് ഈ രമ്യയും കുട്ടികളും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ആർക്കാണ് രമ്യയോടും ഈ കുഞ്ഞുങ്ങളോടും ഇത്ര വിരോധം? അരുൺകുമാർ, ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം നെയ്യാറ്റിൻകര സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട്. പക്ഷേ അത്തരത്തിൽ രമ്യയെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണ് എന്നതാണ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നത്. ഇന്നലെ രാവിലെ 6:30 കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം പുറത്തു വരുന്നത്. 12 വയസ്സുള്ള രമ്യയുടെ മകനാണ് ആദ്യം ഷോക്ക് ഏൽക്കുന്നത്. പിന്നെ പുറത്തു വന്ന് നോക്കുമ്പോഴാണ് മീറ്റർ ബോർഡിൽ നിന്ന് ഈ കതകിലേക്ക് ഈ വയർ കടത്തിവിട്ട ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തി. തമിഴ്നാട്ടിലായിരുന്ന രമ്യയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഇതുമായി അദ്ദേഹത്തിന് പങ്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലായിരുന്നു രമ്യയുടെ ഭർത്താവ് ഉണ്ടായിരുന്നത്. 8 വർഷത്തോളമായി അവർ അകന്ന് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിഗമനം പോലീസിനുണ്ട്. പക്ഷേ മറ്റാര് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഈ രമ്യയുടെ ഭർത്താവിൻ്റെയും രമ്യയുടെ മൊബൈൽ ഫോണുകൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ പോലീസ് പരിശോധിക്കുന്നത്. ഈ വീടിന് സമീപത്ത് CCTVകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവുകളും ആ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സമീപത്ത് കുറച്ച് മാറിയുള്ള വീടുകളിൽ നിന്നടക്കമുള്ള CCTVകൾ ആ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, രമ്യ നൽകിയിരിക്കുന്ന മൊഴി തനിക്ക് അത്തരത്തിൽ ഇതിങ്ങനെ കൊലപ്പെടുത്താൻ തക്ക ശത്രുക്കൾ ആരും തന്നെ തനിക്കില്ല എന്നുള്ളൊരു മൊഴിയാണ് രമ്യയും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അസാധാരണമായ ഒരു സംഭവമായിരുന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു നെയ്യാറ്റിൻകരയിൽ ഇന്നലെ നടന്നത്. അതാണ്, അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അതും വളരെ വിദഗ്ധമായിട്ട് ആ കുഞ്ഞ് വന്ന് ആ വാതിലിന്റെ പടിയിൽ തൊടുമ്പോഴാണ് പെട്ടെന്ന് ഷോക്കടിക്കുന്നത്. നാളെ ചോദിക്കും, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ചെയ്ത ആളുകൾക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാടേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്കൊരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. പ്രധാന വാർത്തയുണ്ട്. ഒപ്പം തന്നെ മൈജിയും റിപ്പോർട്ടറും ചേർന്ന് ഒരുക്കിയ പ്രവചന മത്സരത്തിന്റെ വിജയികൾക്ക് iPhone സമ്മാനിക്കും.